വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതായി റിപ്പോർട്ട്. ഇരു പാർട്ടികളുടെയും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്സഭയിലെ വൻ മുന്നേറ്റം സംസ്ഥാനത്ത് തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഇരു പാർട്ടികളും രംഗത്തിറങ്ങുന്നത്. ഇക്കുറി ബി.ജെ.പിയുടെ യോഗി സർക്കാരിനെതിരായ വികാരം ഏത് വിധേനയും ഗുണകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ സഖ്യം ഉപതെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുംപിടുത്തങ്ങൾ ഇരു വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനിടയില്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ബി.ജെ.പി വിരുദ്ധ വികാരം പ്രകടമായ സാഹചര്യത്തിൽ ഇരു വിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. യു.പി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാത്രമാവില്ല സഖ്യത്തിന്റെ ചർച്ചകളിൽ ഇടം പിടിച്ചതെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കുറച്ചുകൂടി വിശാലമായ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാനാവും ഇരു പാർട്ടികളുടെയും ശ്രമം. പ്രധാനമായും ഇക്കാര്യത്തിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നയം തന്നെയാവും ഇവർ വെച്ചു പുലർത്തുക എന്നതാണ് വിവിധ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തിയാവും നയരൂപീകരണം നടക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ കരുത്ത് തെളിയിക്കുക എന്നതും പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നതും സമാജ്വാദി പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിനുവേണ്ടി യു.പിയിൽ 1-2 സീറ്റുകൾ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. യു.പിയിലെ അധിക സീറ്റുകൾക്ക് പകരമായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയിൽ നിന്ന് 10 മുതൽ 12 വരെ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നതാണ് എസ്.പിയുടെ തീരുമാനം. ഹരിയാനയിൽ കോൺഗ്രസിൽ നിന്നും സമാജ്വാദി പാർട്ടി 5 സീറ്റുകൾ ആവശ്യപ്പെട്ടേക്കും. ഇതിന് പകരമായി യു.പി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 2 നിയമസഭാ സീറ്റുകൾ ലഭിച്ചേക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സമാജ്വാദി പാർട്ടിയുടെ സീറ്റ് വിഭജന ഫോർമുല കോൺഗ്രസ് അംഗീകരിച്ചാൽ ഗാസിയാബാദിലെ മജുവ നിയമസഭാ സീറ്റും മിർസാപൂർ സീറ്റും കോൺഗ്രസിന് നൽകുന്ന കാര്യം അവർ പരിഗണിച്ചേക്കുമെന്നതാണ് സൂചന. യു.പിയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വളരെയധികം നിർണായകമാണ്. ഇത്തവണ ലോക്സഭയിൽ വലിയ മുന്നേറ്റമാണ് അവർ പ്രകടമാക്കിയത്. എന്നാൽ അത് നിലനിർത്താൻ ഉപതെരഞ്ഞെടുപ്പിൽ അതവർക്ക് തെളിയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്ക് നൽകിക്കൊണ്ട് നിർണായകമായ 2 സീറ്റുകൾ യു.പിയിൽ നേടിയെടുക്കാൻ തന്നെയാവും കോൺഗ്രസിന്റെ തീരുമാനം.